നാം ഒരു മന്ദിരം പണിയുകയാണെങ്കിൽ ആ മന്ദിരത്തിൽ ദൈവം വസിക്കുന്നില്ല. കാരണം മനുഷ്യൻ കൈകൊണ്ടുണ്ടാക്കിയ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ദൈവം വസിക്കുന്നില്ല. കർത്താവ് അങ്ങനെ വസിക്കും. നമ്മൾ കൈകൊണ്ടുണ്ടാക്കുന്ന ഒരു പണിയുമായി ബന്ധപ്പെട്ടാണ് കർത്താവ് വസിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്കുള്ള വസ്തു എല്ലാം വിറ്റുവിറക്കി നമുക്ക് കൊച്ചു ഹോള് പണിഞ്ഞ് എല്ലാം സ്വർണം പൂശാമായിരുന്നു. നമ്മുടെ നായകൻ അത് എഴുന്നള്ളി വരുവാനും വസിക്കുവാനും നമുക്ക് എന്തെല്ലാം ചെയ്യാം. നമ്മുടെ കർത്താവിനെ വസിപ്പാൻ നിങ്ങളെല്ലാവരും ഓരോ പള്ളി പണിയണമെന്ന് കർത്താവ് പറഞ്ഞിരുന്നെങ്കിൽ അല്ലേ ഏറ്റവും അധികം പൈസ മുടക്കി പള്ളി പണിയുന്നത് പെന്തക്കോസുകാരായിരിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഇപ്പം തന്നെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ അല്ലേ? ടൈലൊക്കെ ഇടിച്ച് പൊട്ടിച്ച് കളഞ്ഞ് പാസ്റ്റർ ഇത് കണ്ട് മടുത്തു പാസ്റ്ററെ, ഇതിപ്പോൾ 4-5 വർഷമായില്ലേ ടൈൽ ഒട്ടിച്ചിട്ട്. നമുക്കൊരു ജീവൻ്റെ പുതുക്കം വേണ്ടേ പാസ്റ്റേ? അതുകൊണ്ട് 2 ആഴ്ച നമുക്ക് അടുത്ത ഓഡിറ്റോറിയത്തിലേക്ക് ആരാധന മാറ്റാം. ഒരു മാസത്തേക്ക് ഞാനിത് മൊത്തം ഇളക്കി മാറ്റി പുതിയ ഇടാൻ വേണ്ടി പോവുകയാണ്. ഓരോ ഹോളൊക്കെ അങ്ങനെ ചെയ്യുന്ന ഇടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് 4 വർഷം 5 വർഷം മാത്രം പഴക്കമുള്ള ടൈൽസ് അതൊക്കെ ഇളക്കി കളഞ്ഞിട്ട് പുതിയ ടൈൽസ് ഒട്ടിക്കാൻ പൈസ എങ്ങനെ ചിലവാക്കണമെന്ന് അറിയത്തില്ല ഇല്ലേ? ഇപ്പോൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നേ, ആലയത്തിന് വേണ്ടി ചെയ്യുന്നേ. എടോ ഈ ആലയം അദൃശ്യമാണ്. ഇതൊന്ന് സ്വർഗീയ സിയോനിൽ ഒന്ന് നീയാണ്. നിന്നിലും സ്വർഗീയ സിയോനിൽ നടക്കേണ്ട അദൃശ്യമായ പണിയെക്കുറിച്ച് ബോധമില്ലാതെ ഈ ദൃശ്യമായ ഈ മേഖല ഇന്ന് തേയിലല്ലാതെ സ്വർണം പൂശിയാലും എൻ്റെ പൊന്നെ യേശുവിന് നിന്നെ അറിയത്തില്ല എന്ന് വരും. ഇതൊരു ഭയങ്കര ഗൗരവമായ സന്ദേശമാണ്. നാം കർത്താവിനെ അറിയുകയും കർത്താവ് നമ്മളെ അറിയാതിരിക്കുകയും ചെയ്താൽ എത്രയധികം ഭയാനകമായ ഒരു അനുഭവമായിരിക്കും അത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭേദ്യമായ ബന്ധമാണ് ഇത്. അതുകൊണ്ട് നാം കർത്താവിനെ അറിയുന്നത് പോലെ തന്നെ കർത്താവ് നമ്മളെ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ.